അമൽ നമ്മുടെ ബാഹുബലിയാണ് നമ്മുടെ ടീമിലെ. കാരണം നമുക്കറിയാം അത്രയും ടാലന്റഡ് ഒരു പ്ലെയർ തന്നെയാണ്. കൊല്ലം സെയിലേഴ്സ് കൂടി സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ വാശിയേറിയ സെമിക്ക് അരങ്ങൊരുങ്ങുകയാണ്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി, സച്ചിൻ ഒരു ഉഗ്രൻ സീസൺ കൂടിയാണ്. സെമിയിലെത്തി, അവസാന നാലിലെത്തി. അപ്പോൾ ഇനിയൊരു തോൽവിക്ക് ചാൻസ് ഇല്ല. തോൽവി ചിന്തിക്കാനേ പറ്റില്ല. എങ്ങനെയാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ ക്യാപ്റ്റൻ പൂർണ്ണമായും തൃപ്തനാണോ? മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് അല്ല, നമ്മൾ ഇതുവരെയുള്ള മാച്ചിൽ നമ്മൾ 5 ജയിച്ചു, 5 അപ്പൊ ഒരു 50-50 നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ബെസ്റ്റ് ഇട്ടോന്ന് വെച്ചാൽ യെസ് ഇട്ടെന്നും പറയാം, ഇട്ടില്ല എന്നും പറയാം. പക്ഷെ നമ്മുടെ ഒരു കേപ്പബിൾ അനുസരിച്ച് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇട്ടിട്ടില്ല എന്നേ പറയുള്ളൂ. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഇത് നമുക്ക് വന്നിട്ടില്ല. കാരണം ഇതിൽ നമ്മൾ ശരിക്കും കുറച്ചുകൂടെ മാച്ച് ജയിക്കാവുന്ന മാച്ച് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആസ് പാർട്ട് ഓഫ് ദി ഗെയിം. ബട്ട് ഇനിയുള്ള ആ ഒരു 2 സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നാളത്തെ മാച്ചും അതും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ആലപ്പുഴ സ്വാഭാവികമായും അവർ വിജയിച്ചിരുന്നെങ്കിൽ പോലും വലിയൊരു വ്യത്യാസമുണ്ടായേനെ. ഇന്നത്തെ മത്സരം അമൽ നമ്മുടെ ബാഹുബലിയാണ് നമ്മുടെ ടീമിലെ. കാരണം നമുക്കറിയാം അത്രയും ടാലന്റഡ് ഒരു പ്ലെയർ തന്നെയാണ്. സോ നമ്മൾ എല്ലാ മാച്ചും അവന്റെ ബെസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ മാച്ച് വളരെ ഹാപ്പി അവന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത്. നിർണായകമായ 3 വിക്കറ്റ് മാത്രമല്ല, അമൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും അവന്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഉണ്ടാകും. ഇന്നത്തെ മത്സരം മൊത്തത്തിൽ ഈ സീസണിൽ എങ്ങനെ ഉണ്ടായിരുന്നു അമൽ? വളരെ നല്ല സീസൺ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം വളരെ കുറച്ച് മാച്ചുകളെ കളിക്കാൻ പറ്റുള്ളൂ. സച്ചിൻ ചേട്ടൻ ഈ വർഷം നല്ല ബാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എറിഞ്ഞ മാച്ചുകളെല്ലാം ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ മാച്ചിലായിരുന്ന സച്ചിൻ ചേട്ടൻ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ബോൾ ചെയ്യുമെന്ന് പറഞ്ഞ് അത് എന്നെ വിശ്വസിച്ചു. ഞാൻ തിരിച്ച് എന്റെ ഒരു 100% എഫേർട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഈ മാച്ച് തിരിച്ചു വരാൻ കാരണം. ഫൈനൽ സെമി ലൈനപ്പ് ആയിട്ടില്ല. ആര് വന്നാലും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ലല്ലോ. സ്ട്രോങ് അല്ലേ? നമ്മളെ തന്നെ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ആ ഒരു ഡേയിൽ ആര് നന്നായിട്ട് കളിക്കുന്നു അവർ കൂടെയാണ് എപ്പോഴും ആ ഒരു ഗെയിം ഉണ്ടാവുക. സോ നമ്മുടെ ടീമിലെ സ്ട്രെങ്ത്തും നമുക്കറിയാം, വീക്ക്നെസ് നമുക്കറിയാം. സോ അതിൽ നമ്മുടെ പോസിറ്റീവ് എടുത്ത് വി വിൽ ഗോ ഫോർ സെമി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.